മുല്ലപ്പെരിയാർ ഡാം ഗ്രാവിറ്റി ഡാമാണ്, പൊട്ടൂല തെറിക്കൂല എന്നൊക്കെ പറയണവർക്ക് ഇത് കണ്ടാൽ മതിയല്ലോ. ഒരു മെഴുതിരി പോലും കത്തിച്ച് വെക്കാൻ ഇല്ല മെഴുതിരി. എന്തു ചെയ്യും? ഇതാണ് ഡിസാസ്റ്റർ, ആധുനിക കേരളത്തിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനം. കൂടം എന്ന് പറയുന്ന സാധനം തന്നെ ഒരു മെറ്റലേജിലുള്ള സാധനമാണ്. ഇരുമ്പ് കണ്ടുപിടിച്ച മെറ്റലേജില്ലേ, പുരാതനമായ ഇൻസ്ട്രുമെൻ്റാണ് ഈ കൂടം. അത് വെച്ചിട്ടാണ് ഈ ആധുനിക യുഗത്തിൽ ഒരു ടെറസ് തല്ലി പൊളിക്കുന്നത്. ദുരന്ത മുഖത്തേക്ക് ജനങ്ങളെ ഓടിച്ച് കയറ്റരുത്. കാരണം ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതിനാണ് ഞാൻ പറഞ്ഞത് ട്രെയിൻഡ് ആൾക്കാർ വേണമെന്നത്. അവിടെ എൻ്റെ ഒരാൾ മരിച്ചു എന്ന് വിചാരിച്ചാൽ എല്ലാ ആ കൈയെടുത്തും ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച് ഈ കാലെടുത്തും ഇങ്ങോട്ട് വെച്ച് ഇത് എൻ്റെ കോമ്പൻസേഷൻ മേടിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെയൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് ജനങ്ങൾക്ക് മൃതദേഹം പോലും കൊടുക്കുന്നതിൽ ഈ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. എന്ത് പ്രതിപക്ഷമാണെന്നും കൂടി പറയണം. അവരൊരക്ഷരം മിണ്ടുന്നുണ്ടോ? ഒരക്ഷരം മിണ്ടുന്നില്ല അവർ. എന്നിട്ട് മോർച്ചറി കിടന്ന് തല്ല് പിടിക്കുകയാണ് ബോഡിക്ക് വേണ്ടി, അവയവങ്ങൾക്ക് വേണ്ടി. ഇപ്പം വയനാട്ടിൽ കണ്ടതുപോലെ ആനകൾക്കൊക്കെ തിരിച്ചറിയാൻ പറ്റി എന്നുള്ളൊരു ആനകളെ തിരിച്ചോടിച്ചു വിട്ട് ആനകൾക്ക് അറിയാൻ പറ്റുന്ന ഇതുപോലും നമ്മുടെ സംവിധാനത്തിന് ഇന്നത്തെ ടെക്നോളജിക്ക് അറിയാൻ പറ്റുന്നില്ല. പണ്ട് കാലത്തുണ്ടായിരുന്നു. പണ്ട് കാലത്ത് മൃഗങ്ങളെ നിരീക്ഷിക്കും. മൃഗങ്ങൾ എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ ഉടനെ പ്രിക്കോഷൻസ് എടുക്കും. ആനകൾ കാടിറങ്ങി ഓടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കണമായിരുന്നു എന്തോ പുറകെ വരാനുണ്ടെന്ന്. നമ്മുടെ ആധുനിക ടെക്നോളജി ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ചിന്താശേഷി ഉപയോഗിച്ചാൽ മതി. അത് ഉപയോഗിക്കാണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയ ആനേനെ തുരത്തി അങ്ങോട്ട് ഓടിച്ച്. നമ്മൾ പണ്ടൊക്കെ ഒരു മരം വെട്ടാണെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ മരം വെട്ടുള്ളൂ. അത്രയ്ക്ക് അത്യാവശ്യമാണ് ഒരു മരം വെട്ടണമെങ്കിൽ. മരം വെട്ടാൻ നേരത്ത് മരത്തിനോട് അനുവാദം ചോദിക്കും. അതൊന്ന്. ആ മരത്തിൽ ഏതെങ്കിലും ഒരു പക്ഷി കൂട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ വെട്ടൂല. അങ്ങനെ പ്രകൃതിയെ സ്നേഹിച്ചത് ആൾക്കാരാണ് നമ്മുടെ പൂർവികർ. കാവുകൾ അവർ സംരക്ഷിച്ചിരുന്നു. അമ്പലങ്ങൾ നോക്ക്, ജൈവ സ്ഥാപനങ്ങൾ അമ്പലങ്ങൾ. ഒരു അമ്പലം ഉണ്ടാവും, ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഭൂമിയിലേക്ക് കൊടുക്കുന്ന ആലുണ്ടാവും, ആൽത്തറയുണ്ടാവും, ജലം സംരക്ഷിക്കാനായിട്ട് അമ്പലക്കുളം ഉണ്ടാവും. ഇതെല്ലാം നമ്മുടെ പൂർവികർ വളരെ ബുദ്ധിപൂർവ്വം ചെയ്ത കാര്യമാണ്. കാവുണ്ടാവും. ഇതൊക്കെ വെട്ടി നശിപ്പിച്ചല്ലേ. ഇതിപ്പം ഈ മുണ്ടക്കയിലൊക്കെ സംഭവിച്ചത് എന്താണ്? ഈ മരങ്ങളില്ലാതായി. മരം വെട്ടി മാറ്റിയപ്പോൾ വേരുകൾ മാത്രമായി മണ്ണിൽ. ഈ വേരുകൾ കുറച്ച് കാലം കഴിയുമ്പോൾ ദ്രവിക്കും. ആ ദ്രവിച്ച സ്ഥലത്ത് പൈപ്പ് പോലെ രൂപാന്തരപ്പെടും. ഈ പൈപ്പിൽ വെള്ളം നിറയും. പൈപ്പിംഗ് എന്നാണ് ആ പ്രതിഭാസത്തിൽ പറയണേ. ആ വെള്ളമാണ് ഉരുൾപൊട്ടലായിട്ട് താഴേക്ക് വലിയ ശക്തിയോടെ പൊട്ടിത്തെറിച്ച് വരുന്നത്. എത്രമാത്രം ശക്തിയായിരുന്നു നോക്ക്. ആ കല്ല്, ഈ മുല്ലപ്പെരിയാർ ഡാം ഗ്രാവിറ്റി ഡാമാണ്, പൊട്ടൂല തെറിക്കൂല എന്നൊക്കെ പറയണവർക്ക് ഇത് കണ്ടാൽ മതിയല്ലോ. ഇത് കല്ലുകൾ എത്ര ശക്തിയോടെയാണ് താഴേക്ക് വീണത്. അതിൻ്റെ ആഘാതത്തിൽ കയ്യും കാലും ഒക്കെ കിലോമീറ്റർ അകലെ തെറിച്ച് വീണു. അപ്പം ഇതെല്ലാം നമുക്ക് സൂചനകളാണ്. നമ്മളൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. പ്രകൃതി എല്ലാം കാണിച്ചു തരുന്നുണ്ട്. സാറിൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു സാർ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പരാജയത്തിനെ പറ്റിയിട്ട്. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിലുണ്ടായ ഒരു വീട് പൊളിക്കുന്നത് കൂടം കൊണ്ടായിരുന്നു എന്നുള്ളൊരു പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും വലിയൊരു എന്താ പറയുക, നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുതയല്ലേ. ഈ മോഡേൺ യുഗത്തിലും ഒരു കൂടം വെച്ചൊരു വീട് തല്ലി തകർക്കുന്നു. അതിന്റെ ഉള്ളിൽ ആൾക്കാരുണ്ട്, അവരെ പുറത്തിറക്കാൻ വേണ്ടി ചെയ്യണ പണിയെ കാണുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? 5 മണിയാകുമ്പോൾ നിർത്തും. വെളിച്ചോല, പിന്നെ ആക്സലാമ്പില്ല, ഫ്ലാഷ് ലൈറ്റ് ഇല്ല, ഒരു മെഴുതിരി പോലും കത്തിച്ച് വെക്കാൻ ഇല്ല മെഴുതിരി. എന്തു ചെയ്യും? ഇതാണ് ഡിസാസ്റ്റർ, ആധുനിക കേരളത്തിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനം. എന്നിട്ട് ഈ ചാവാൻ കിടക്കണവൻ, അത് ആരും ഇല്ലാത്തവ അവൻ ആദ്യം പിടിച്ച് ചെയ്യാവും. അവൻ്റെ ബോഡി ആയിരിക്കും ഈ കൂടം കൊണ്ട് തല്ലി. കൂടം എന്ന് പറയുന്ന സാധനം തന്നെ ഒരു മെറ്റലേജിലുള്ള സാധനമാണ്. ഇരുമ്പ് കണ്ടുപിടിച്ച മെറ്റലേജില്ലേ, പുരാതനമായ ഇൻസ്ട്രുമെൻ്റാണ് ഈ കൂടം. അത് വെച്ചിട്ടാണ് ഈ ആധുനിക യുഗത്തിൽ ഒരു ടെറസ് തല്ലി പൊളിക്കുന്നത്. കൂടം കൊണ്ട് തല്ലി പൊളിച്ചെന്ന് വിചാരിക്കുക, കമ്പി അപ്പോഴും ഉണ്ടാവും. അത് ഇവരെങ്ങനെ കട്ട് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കൂടം കൊണ്ട് തന്നെയാണോ?
അല്ല ഈ നമ്മൾ ചെറിയ ഇരുമ്പൊക്കെ കട്ട് ചെയ്യണ പോലെ ഉളി വെച്ചിട്ട് അടിച്ച് അങ്ങനെ നമ്മളത് കാണുമ്പോൾ അവരോട് ഈ സർക്കാരിനോട് ദയവാ തോന്നണേ. ഇങ്ങനെ ആയിപ്പോയല്ലോ നമ്മുടെ സർക്കാർ എന്ന് വിചാരിച്ചിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ടേ. ജനം നോക്കുമ്പോൾ എന്താ കൂടം വച്ച് അടിയോടടി. ഈ ലോകത്തുള്ള ആധുനികമായ ഉപകരണങ്ങളെക്കുറിച്ച് ഒരു വിവരവുമില്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക്. അല്ലെങ്കിൽ കൂടം വെച്ച് അടിച്ചാൽ ഓടിച്ചു വിടില്ല അവന്മാർ അവിടെ നിന്ന്. കൂടം വെച്ചടിച്ച് എത്ര നേരം കൊണ്ടാണ് കൂടം വെച്ചടിച്ച് ഒരു ടെറസ് തകർത്തതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ രക്ഷപ്പെടുന്നത്. അതും വൈകുന്നേരം 5 മണിയായപ്പോൾ തീർന്ന്, രാത്രി പണിയൊന്നുമില്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ 24 hours ജാഗ്രതയോടെ ചെയ്യേണ്ട ഒരു ജോലിയാണ്. ഒരു 5 മണി വരെ പണിയും തച്ചു മേടിച്ചുകൊണ്ട് പോകണ പോലെയാണ് ഇവരുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അത് ഈ കൂടം കൊടുത്ത് വിട്ടിരിക്കുക ടെറസ് പൊളിക്കാനായിട്ട്. എന്തൊരു പരാജയമാണ്. ഈ പരാജയം ഓർത്തിട്ട് എനിക്കല്ല ലജ്ജ തോന്നുന്നു. ഇതൊന്നും ജനങ്ങൾക്കൊരു വിഷയമല്ല. ജനങ്ങൾ നോക്കുമ്പോൾ സർക്കാർ കൂടം കൊണ്ടടിക്കുന്നു പോരെ. എന്തൊരു പ്രയത്നമാണത്. അങ്ങനെ ചിന്തിക്കുന്നത്. കൂടം കൊണ്ടടിക്കുമ്പോൾ വലിയൊരു പ്രയത്നം സംസ്ഥാന സർക്കാർ ചെയ്യുന്നു. ഇനി ഇത്തരം ഇവിടെ അത് പൊളിക്കാനായിട്ട് നിമിഷ നേരം കൊണ്ട് പൊളിക്കാനായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഈ ലോകത്തുണ്ട്. മനസ്സിലായോ? അത് അത്ര എമർജൻസിയിൽ ചെയ്തില്ലെങ്കിൽ മനുഷ്യ ജീവൻ അതിൻ്റെ ഉള്ളിൽ അവരെ രക്ഷപ്പെടുത്താനാവില്ല. ഒരു ഡിസാസ്റ്റർ ഉണ്ടായ 24 hours ഇതെല്ലാം നടന്നിരിക്കണം. പിന്നെ എത്താൻ പറ്റാത്ത ഡിസാസ്റ്റർ നടക്കണേ. അല്ലാണ്ട് ഇവർക്ക് അവിടം വരെ രാജവീതി പണിതിട്ടേക്കാണോ? പ്രകൃതി ഡിസാസ്റ്റർ ഉണ്ടായി, നിങ്ങൾ രാജവീതിയിലൂടെ വരൂ, നിങ്ങളുടെ മന്ത്രി വാഹനങ്ങളും പൈലറ്റ് ജീപ്പും കൂടി പോരട്ടെ, അങ്ങനെയാണ് പ്രകൃതി പറയണേ. ഡിസാസ്റ്റർ ഉണ്ടാകുന്ന എത്തപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത്, ഒഴുക്കുള്ള പുഴയുള്ള സ്ഥലത്ത് ഇതിനെയൊക്കെ പ്രതിരോധിക്കാനും ഇവിടെയൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നടത്താനും ഈ ലോകത്ത് സംവിധാനങ്ങളുണ്ട്, എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, മെഷീനറീസ് ഉണ്ട്. ഇവന്മാരുടെ കയ്യിൽ ഈ പുരാതന കാലത്ത് ഉപയോഗിച്ച കൂടാണുള്ളത്. എന്ത് കഷ്ടമാണ്, എന്ത് നിന്ദ്യമാണ്, എന്താ പറയാ, ഈ വാക്കുകൾ പോലും കിട്ടാനുള്ള. ദുരന്തമുഖത്ത് പോലും ഇത്ര പേരെ രക്ഷപ്പെടുത്തിയാൽ ഇത്ര കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പ്രൊമോഷൻ നടത്തുന്ന സംഘടനകൾ പോലും ഇവർക്കുള്ളിൽ സുലഭമായിട്ടുണ്ടല്ലേ ഇന്നത്തെ കാലത്ത്. എങ്ങനെ പ്രൊമോഷൻ എന്ന് വെച്ചാൽ ഈ ദുരന്തമുഖത്ത് ഞങ്ങളാണ് ആദ്യം ഓടിയെത്തിയത്, ഞങ്ങൾ ഇത്ര പേരെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത് അവരുടെ എന്നെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ വരുന്ന ആളുകൾ പോലും ഇല്ലേ. ഈ അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ദുരന്തമുഖത്തേക്ക് കടത്തിവിടരുത്. ദുരന്തമുഖത്ത് ട്രെയിൻഡ് ആൾക്കാരെ വിടേണ്ടത്. ഇപ്പോൾ ഒരാളുടെ ശരീരം കാണുമ്പോൾ മര്യാദക്ക് പൊക്കിയെടുത്തില്ലെങ്കിൽ അവൻ്റെ അസ്ഥി കയറി അവൻ്റെ ഹാർട്ട് തുളഞ്ഞു പോകും. ഒരു അപകടം പറ്റി കിടക്കുന്ന ആളെ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ പഠിക്കണം. എങ്ങനെ അവൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അവനെ എടുത്ത് സ്ട്രെച്ചറിൽ കയറ്റി കൊണ്ടുപോകണം. ആൾക്കാരെ ഓടിച്ചൊന്നും ആൾക്കാർക്ക് വരെ അറിയോ? ഇല്ല. ദുരന്ത മുഖത്തേക്ക് ജനങ്ങളെ ഓടിച്ച് കയറ്റരുത്. കാരണം ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതിനാണ് ഞാൻ പറഞ്ഞത് ട്രെയിൻഡ് ആൾക്കാർ വേണമെന്നത്. അങ്ങനെ ഒരു ട്രെയിനിങ് സംവിധാനം, അങ്ങനെ ട്രെയിൻഡ് പീപ്പിളൊന്നും ഇല്ല. കേരള സർക്കാർ എന്താ ചെയ്യണത്? ഫയർഫോഴ്സിൽ നിന്ന് അവർ ട്രെയിൻഡാണ്. ഫയർഫോഴ്സിൽ നിന്ന് കുറച്ച് ആൾക്കാരെ കൊണ്ടുവരും. അവർ ഈ കെട്ടിടത്തിന് തീ പിടിച്ചാൽ പിന്നെ അത്യാവശ്യം റെസ്ക്യൂ ഓപ്പറേഷൻസൊക്കെ അവർക്കും വിവരമുള്ളൂ. ഇത് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതിനൊരു യൂണിവേഴ്സിറ്റി വേണം, ഒരു സയൻസ് ബ്രാഞ്ച് ഓഫ് സയൻസ് ആണിത്. അതിൽ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്ത് വളർത്തിക്കൊണ്ടുവരണം. അവർ ചെയ്യണം. അല്ലാണ്ട് നാട്ടുകാർ വന്ന് ഓടിച്ചെന്ന് കൂടി ചെയ്യണ പരിപാടിയല്ല ഡിസാസ്റ്റർ മാനേജ്. എന്നിട്ട് അത് പുകഴ്ത്തും. കേരള ജനത ഒന്നിച്ച് നിന്ന് എത്ര പേരെ മരിച്ച്? 500. കേരള ജനത ഒന്നിച്ച് നിന്നിട്ട് 500ഓളം പേര് മരിച്ച്. കേരള ജനത ഒന്നിച്ച് നിന്നിട്ടും മോർച്ചറി കിടക്കുന്ന ശവമാണ് എൻ്റെന്ന് ഒരാൾ പറഞ്ഞാൽ അല്ല എന്ന് പറയാൻ ആളില്ല. അവിടെ എൻ്റെ ഒരാൾ മരിച്ചു എന്ന് വിചാരിച്ചാൽ ആ കൈയെടുത്തും ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച്, ഈ കാലെടുത്തും ഇങ്ങോട്ടൊന്ന് വെച്ച് ഇത് എൻ്റെ. ഇതാണ് മോർച്ചറിയിൽ ഇപ്പോൾ നടക്കുന്നത്. കോമ്പൻസേഷൻ മേടിക്കാനുള്ള പരിപാടിയാണ്. ആരാണ്ടിൻ്റെ ഒക്കെ കൈയും കാലും എടുത്തു വെച്ച് ഇത് എൻ്റെ സഹോദരൻ്റെ ബോഡി എന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. ഇത് എന്ത് രേഖ? DNA ടെസ്റ്റ് ഉണ്ടോ? ഇല്ല. ഈ കാല് ഈ ശരീരത്തിൻ്റെ ആണോ എന്ന് തെളിയിക്കാനൊക്കെ ലോകത്ത് ഒരുപാട് വിദ്യകളുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് ജനങ്ങൾക്ക് മൃതദേഹം പോലും കൊടുക്കുന്നതിൽ ഈ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വീട്ടിലൊരു നമ്മുടെ ഒരു അനിയൻ്റെ, ചേട്ടൻ്റെ, അപ്പൻ്റെ, അമ്മയുടെ ഒരു മൃതദേഹം വരെയാണ് വേറൊരുത്തൻ്റെ കാല്. നമുക്ക് സഹിക്കാൻ പറ്റുമോ? മൃതദേഹം പോലും നമുക്കൊന്ന് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സർക്കാരാണ് ഇത് നാട് ഭരിക്കുന്നത്?
എന്ത് പ്രതിപക്ഷമാണെന്നും കൂടി പറയണം. ഒരക്ഷരം മിണ്ടുന്നുണ്ടോ? ഇല്ല. ഒരക്ഷരം മിണ്ടുന്നില്ല അവർ. എന്നിട്ട് മോർച്ചറി കിടന്ന് തല്ല് പിടിക്കുകയാണ് ബോഡിക്ക് വേണ്ടി, അവയവങ്ങൾക്ക് വേണ്ടി. ഒരു നാട് മൊത്തത്തിൽ കുറുക്കന്റെ പരിപാടിയല്ലേ അത്, അല്ലേ? ഒരു ശവം കിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുന്നത് കാട്ടുമൃഗങ്ങളുടെ പരിപാടി. അതാണ് ഈ മോർച്ചറി നടക്കുന്നത്. നമ്മുടെ നാട്ടിലെ, നമ്മുടെ നാടെങ്ങനെയാണ്? പ്രബുദ്ധ കേരള, സമ്പൂർണ്ണ സാക്ഷരത. ഈ സമ്പൂർണ്ണ സാക്ഷരതയുള്ള ഈ പ്രബുദ്ധർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മാറിപ്പോയി എന്ന് ഞാൻ പലരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പ്രബുദ്ധർ എന്ന് വെച്ചാൽ ഒട്ടും ബുദ്ധിയില്ലാത്ത, മന്ദബുദ്ധി എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. മന്ദബുദ്ധിക്ക് ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിയുണ്ട്. യാതൊരു ബുദ്ധിയില്ലാത്തവനാണ്, ബുദ്ധിയില്ലാത്തവനെ മലയാളത്തിൽ പറയുന്ന വേർഡാണ് പ്രബുദ്ധൻ. ഈ